Hi friends, welcome to Simna's Notebook. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീറ്റ്റൂട്ട് പച്ചടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തേങ്ങയൊന്നും അരക്കേണ്ട ഈ പച്ചടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇത്രയും ബീറ്റ്റൂട്ട് എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബീറ്റ്റൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത്. വേണമെങ്കിൽ ഇതിലും കുറച്ചുകൂടി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തു. ഇനി പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ എടുക്കാം. എന്നിട്ട് ഈ പാൻ ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പം 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി കടുക് ഒന്ന് പൊട്ടി. അപ്പം നമുക്കിതിലേക്ക് 2 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴട്ടാം. ചെറുതായിട്ട് ഇതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം ഈ ഒരു പരുവൊക്കെ ആവുമ്പം നമുക്ക് ഒരു കറിവേപ്പില നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു. ഇനി ഇത് നമുക്കൊന്ന് വഴട്ടാം. വഴറ്റിയിട്ട് ഇതൊരു ബ്രൗൺ നിറമായില്ലേ. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടില്ല കേട്ടോ. ഈ സമയത്തല്ല നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് വഴണ്ട് വരണം. ബീറ്റ്റൂട്ട് ഇനി അധികം വേവിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതല്ലേ. ഇത് എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് മൊരിഞ്ഞ് വെന്ത് വരണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റുവാണ്. അപ്പം സാധാരണ എൻ്റെ ഉമ്മിച്ചി നേരത്തെ ഈ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുമിത എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് സൈഡ് സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലെ HOD ആണ്. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച ആ ജീവിതത്തിനിടയിൽ പോലും എനിക്ക് ഈ രീതിയിൽ പച്ചടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തന്ന സുമിതയാണ്. അപ്പോൾ സുമിതയ്ക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പച്ചടി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല മൊരിഞ്ഞ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിനി ഇത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു ബൗൾ എടുത്തു. അതിലേക്ക് കുറച്ച് തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവാകുമ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വഴറ്റി വെച്ച ബീറ്റ്റൂട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ബീറ്റ്റൂട്ടും ഈ തൈരും കൂടി അങ്ങ് മിക്സ് ആവണം. അതാ ഞാൻ പറഞ്ഞത്, തൈരിനൊരു കണക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ബീറ്റ്റൂട്ട് എത്രയോ അതിനനുസരിച്ചുള്ള തൈര്. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കണം. അപ്പം നമുക്ക് സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.